ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കണം, പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം, പിന്നെ തിക്കിടി ഉണ്ടാക്കുന്നുണ്ട് അമ്മ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സബോളയും കാര്യങ്ങളും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും തൊലി കളയാതെ വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് മുറിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് സബോളയെല്ലാം ഒന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തു. ചോപ്പറിൽ ഇട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സമൂസയ്ക്ക് വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. പിന്നെ ഇവിടെ തിക്കിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്നാ പറയുന്നത് പിടിയുടെ ഒരു വേറെ ഒരു രീതി. അപ്പോൾ അതാണ്. അപ്പോൾ തിക്കിടി ഉണ്ടാക്കാനായിട്ട് അമ്മ ഇവിടെ മാവെല്ലാം കുഴച്ചുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് നമ്മളിങ്ങനെ കയ്യിൽ തിരുമ്മിയിടുന്നത് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തേങ്ങ അരച്ച് തിക്കിടിക്കുള്ളത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തിക്കിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിട്ട് കൊടുത്ത് ഇത് തിളച്ച് കഴിയുമ്പം ഇതൊന്ന് താളിച്ചൊഴിക്കണം, കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിങ്ങനെ ചേർത്താൽ ഇത് വെന്താൽ മതി. ഇനി ഇതിൻ്റെ നമുക്ക് മാറ്റി വെക്കാം. സമൂസയ്ക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെന്ത് വന്നപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തു. പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ വറക്കുന്നില്ല, അല്ലാതെ കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഒന്ന് മസാല തേച്ച് കുറച്ച് നേരം വെക്കണം. അതിനായിട്ട് നമ്മൾ കഴുകിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി സമൂസയുടെ പണികളൊക്കെ ചെയ്തെടുക്കാമേ. സമൂസ ഉണ്ടാക്കാനായിട്ട് ഓയിൽ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപടി തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം പുള്ളിയുടെ കൂടെയൊക്കെ നടന്ന് പിന്നെ ഞാൻ അടുക്കളയിൽ കൊണ്ട് ഇങ്ങനെ ഒരു ചെയറിലിരുത്തി എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചേ. കുറച്ച് നേരമൊക്കെ പുള്ളി ഇരുന്ന് സഹകരിച്ചു. പിന്നെ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഇവനെയും കൊണ്ട് നടക്കേണ്ടി വന്നേ. അതുകൊണ്ട് തന്നെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദുവിനെ അമ്മാടയിൽ കൊടുത്തിട്ട് പിന്നെ വീണ്ടും വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ നമ്മൾ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും പിന്നെ കറിവേപ്പിലയും പിന്നെ ഒരല്പം ഉപ്പും ചേർത്ത് വഴറ്റി സബോളയെല്ലാം വഴന്നു വന്നപ്പോഴത്തേനും മസാലയെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതിനൊക്കെ ചേർത്ത് അങ്ങനെ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അവസാനം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അത് റെഡിയാക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ്റെ കാര്യം പറയാൻ മറന്നു. ഞാൻ വെറുതെ കുറച്ച് ചിക്കനും കൂടി ഇട്ടതാണ്. അങ്ങനെ ചിക്കനും ഇട്ട് അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തേ. പിന്നെ ഉപ്പിട്ടോന്നൊരു മറന്നുപോയി കേട്ടോ. എനിക്ക് ഓർക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതങ്ങ് ഓഫ് ചെയ്തേ. സമൂസ ഷീറ്റ് വെച്ച് തന്നെയാണ് സമൂസ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിപ്പൊത്തി എടുത്തു. സമൂസയുടെ പണി കഴിഞ്ഞ് വേഗം തന്നെ ചിക്കൻ്റെ കറി വെക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോഴത്തേനും അമ്മ അവിടെ പത്തിരി ആക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിക്കിടി ബാക്കി താളിച്ചൊക്കെ അമ്മ ചെയ്തു കേട്ടോ. കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഇതാകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് വേഗം ഞങ്ങളുടെ പണി തീരുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവനെ എടുത്തുകൊണ്ട് നടക്കണം. അത് ഞങ്ങൾ ചിന്തിച്ചുമില്ല. ഇച്ചിരി താമസിച്ചാണ് നമ്മൾ
പണിയിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഒരു 6:45 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ പണിയൊക്കെ തീർന്നത്. അങ്ങനെ ചിക്കൻ കറിയുടെ ഇതെല്ലാം വഴറ്റി അതിൻ്റെ മസാലയൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ അതെല്ലാം മസാലയൊക്കെ മാറ്റി പിന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് അത് ചാറായിട്ട് വെച്ചു. ഞങ്ങൾക്ക് ചിക്കനോടെ നല്ല ചാറ് വേണം, കാരണം പത്തിരിക്ക് എല്ലാവർക്കും ചാറ് നല്ലോണം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് എടുക്കണമായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല, കാരണം ഞങ്ങൾ അത്രയും ലേറ്റ് ആയിരുന്നു. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നാൽ പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ കഴുകി സെറ്റാക്കി ആ സമയമായപ്പോഴത്തേനും എല്ലാം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു, പണിയുടെയും അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെയും പിന്നെ ആകെ വെയിലും ചൂടും ദാഹവും അങ്ങനെ ആകെ ഇതായിരുന്നു ഇന്നത്തെ ഒരു നോമ്പ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.